ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് വളരെ സ്വാദിഷ്ടമായ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാത്ത നല്ലൊരു ചനാ മസാലയാണ് ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കുന്നതിനായിട്ട് ആദ്യമായിട്ട് വെളുത്ത കടല നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. അതിലേക്ക് നമ്മുടെ മസാലക്കൂട്ട്, അതായത് ഏലയ്ക്ക, പട്ട, 2 കഷ്ണം ഗ്രാമ്പൂ, ഒരു വഴനയുടെ ഇല, ഇതൊക്കെ ചേർത്തിട്ട് വേവിക്കണം. അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ശകലം മുളക് പൊടിയും കൂടെ ചേർത്തിട്ടാണ് വേവിക്കാനായിട്ട് വെക്കുന്നത്. കുറച്ച് മുളക് പൊടി, കാരണം ഈ കടലയിലൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. ഇത്രയും സാധനങ്ങൾ ചേർത്ത് അടുപ്പയിൽ വെച്ച് നമ്മൾ ആദ്യത്തെ വിസിൽ ഒരു ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള വിസിലൊക്കെ ഒരു മീഡിയത്തിൽ വെച്ചിട്ട് വേവിക്കണം. എന്നാൽ മാത്രമേ കടലയുടെ അകമൊക്കെ നന്നായിട്ട് വേവത്തുള്ളൂ. അതിനുശേഷം ഒരു കടായി അടുപ്പേ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് ജീരകം, നമ്മുടെ അവിയലിനൊക്കെ അരയ്ക്കുന്ന നല്ല ജീരകം കുറച്ച് ഇട്ട് പൊട്ടിക്കണം. പൊട്ടി വരുമ്പോഴേക്കും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് തക്കാളിയും ഇട്ട് നന്നായിട്ട് വഴറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് ഒരുപാട് മാഷായി ഒന്നും പോകണ്ട, കാരണം നമുക്ക് അരയ്ക്കാനായിട്ടാണ്. അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണം. ഇടയ്ക്ക് തുറന്ന് അതൊന്ന് ഇളക്കി കൊടുക്കണം, കാരണം അടിയിലൊന്നും പിടിക്കരുത്. അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ചേർക്കുന്ന പൊടിയെന്ന് പറയുന്നത് കടലപ്പൊടിയാണ്. അതായത് ഒരു ചെറിയ സ്പൂണ് കടലമാവിൻ്റെ പൊടി, അത് നമ്മൾ അതിനകത്തേക്ക് ചേർക്കണം. ഇത്രയും ചേർത്താൽ മതി. നമ്മൾ സാധാരണ കടല അരച്ച് ചേർക്കും. അപ്പോൾ ആ അരച്ച് ചേർക്കുന്ന രുചിയെക്കാട്ടി ഈ രുചിക്ക് വളരെ നല്ലതാണ്. പിന്നെ ബാക്കി നമ്മൾ എത്രയാണോ മുളക് പൊടി ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്, കുറച്ച് നമ്മൾ കടലയെ ചേർത്തു, ബാക്കിയുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ഈ കടലപ്പൊടി, ഇത്രയും സാധനങ്ങൾ ചേർത്ത് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ ആ പച്ച ചുവയൊക്കെ മാറ്റി അതിനുശേഷം തണുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോഴേക്കും ഇത് കടലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും കടായി അടുപ്പേ വെച്ച് നമ്മൾ എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് വീണ്ടും ജീരകം ഇട്ട് പൊട്ടിക്കണം. കടുക് വേണമെങ്കിൽ കടുക് ചേർക്കാം. ഞാൻ കടുക് ചേർത്തിട്ടില്ല, ജീരകം മാത്രമാണ് ചേർത്തത്. ജീരകം ഇട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പം നെയ്യ് ഒഴിച്ച് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ്. ഇവിടെ നെയ്യ് അലർജിയുണ്ട് എൻ്റെ മോന്, അതുകൊണ്ട് നെയ്യ് ചേർത്തില്ല. ജീരകം നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിരുന്ന കൂട്ട്, തക്കാളിയുടെ കൂട്ട് അതിനകത്തേക്ക് ചേർത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ എണ്ണ തെളിയണം. അതാണ് ഈ കൂട്ടാൻ്റെ ഏറ്റവും രുചിയെന്ന് പറയുന്നത്. നമ്മൾ സാധാരണ വെറുതെ ഇങ്ങനെ കുറച്ച് നേരം ഇളക്കിയാൽ പോരാ, നന്നായിട്ട് അതിനകത്തുനിന്ന് എണ്ണ തെളിഞ്ഞു വരണം. ഉപ്പ് ചേർത്തു. അതിനുശേഷം നന്നായിട്ട് ഇളക്കി നമുക്ക് പാത്രം കുറച്ച് നേരം അടച്ചു വെക്കണം. പിന്നീട് ഞാൻ അതിനകത്തേക്ക് ചേർത്തത് ഒരു ശകലം കുരുമുളക് പൊടിയാണ്. അതുമൊക്കെ ചേർത്ത് നന്നായിട്ട് ആ പാത്രം അടച്ചു വെച്ച് ചെറു തീയിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് എന്ത് ചെയ്യണം, എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതാണ് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടത്. കാരണം അതിന് ഇച്ചിരി ഒരു ക്ഷമ വേണം, എന്നാൽ മാത്രമേ ആ കൂട്ടാൻ നല്ല രുചി കിട്ടത്തുള്ളൂ. നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് തെളിയണം. ഇപ്പോൾ ഇത് നന്നായിട്ട് അത് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് ഇളക്കി നന്നായിട്ട് യോജിക്കണം. ഈ അരപ്പും കടലയായിട്ട് നന്നായിട്ട് യോജിക്കണം. അതിന് കുറച്ച് നേരം നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ അടച്ചു വെക്കണം. ചെറു തീയിൽ അടച്ചു വെക്കണം. ആദ്യം നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം വേണം അടച്ചു വെക്കാനായിട്ട് ചെറു തീയിൽ. പച്ചമുളകും കൂടെ ഞാൻ 2 എണ്ണം ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. നേരത്തെ ചേർത്തില്ല, കാരണം ലാസ്റ്റ് പച്ചമുളക് ചേർക്കുമ്പോൾ ആ കൂട്ടാൻ നല്ല ഒരു പച്ചമുളകിൻ്റെ മണമാണ്. ആദ്യമേ പച്ചമുളക് ചേർത്ത് കഴിയുമ്പോൾ പച്ചമുളകിൻ്റെ ആ മണം അങ്ങ് നഷ്ടപ്പെടും. നിങ്ങളിങ്ങനെയൊന്ന് ചേർത്ത് നോക്കണം. അവസാനം പച്ചമുളക് ചേർക്കണം. ആ പച്ചമുളകിൻ്റെ ആ ഒരു പച്ച മണം ആ കൂട്ടാൻ നല്ല രുചിയായിരിക്കും. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതാണ്, അതും കൂടെ ഞാൻ ചേർത്തു. ആദ്യം നമ്മൾ അരയ്ക്കാനെടുത്തു, ഇപ്പോഴും കുറച്ച് ചേർത്തു. കാരണം ഇഞ്ചി എപ്പോഴും നമുക്ക് ഗ്യാസ് ഉണ്ടാക്കത്തില്ല. ഇപ്പോൾ എന്തേലും നോക്കിക്കേ, കടലക്കൂട്ടാനൊക്കെ നന്നായിട്ട് കുറുകി. നമ്മൾ കടലയൊന്നും അരച്ച് ചേർക്കണ്ട. കടലപ്പൊടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ കടലപ്പൊടി ചേർത്താൽ മതി. അതിൻ്റെ പക്ഷേ പച്ചമണം മാറണം. നമ്മുടെ കൂട്ടാൻ എണ്ണയൊക്കെ തെളിഞ്ഞു. മല്ലിയില ചേർത്ത്
വാങ്ങണം. ഭയങ്കര രുചിയാണ് ഈ കൂട്ടാൻ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഹരേ കൃഷ്ണ.